Hello everyone. Health Inspectors Crewന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ DHIC സെക്കൻഡ് ഇയർ പേപ്പർ 2 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ പേപ്പർ 2 മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞു ടോപ്പിക്കാണ്, വളരെ സിമ്പിൾ ആണ്. എന്താണ് മൈക്രോ ടീച്ചിങ്, അതിന്റെ സ്റ്റെപ്സും സൈക്കിളും മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൈക്രോ ടീച്ചിങ്ങിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഗുഡ് ടീച്ചർ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചില ടീച്ചിങ് സ്കിൽസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പം ഒന്നും അറിയാണ്ട് ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ടീച്ച് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ നമുക്ക് ഒരു ഫുൾ ക്ലാസ് റൂമിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചില കാര്യങ്ങളുണ്ട് നമ്മൾ പെർഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ, നമ്മുടെ ചില സ്കിൽസ് ടീച്ച് ചെയ്യാനുള്ള ചില സ്കിൽസ്. അപ്പോൾ മൈക്രോ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഒരു പ്രാക്ടീസ് ഗ്രൗണ്ട് ആണ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ എന്താണ് മൈക്രോ ടീച്ചിങ്? സോ മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ടീച്ചർ ട്രെയിനിങ് ടെക്നിക്കാണ്. ടീച്ചിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിൻലി ഫോർ സ്റ്റുഡൻറ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ടാണ് മൈക്രോ ടീച്ചിങ് യൂസ് ചെയ്യുന്നത്. സോ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ സ്മോൾ ലെസൺ, സ്മോൾ ടൈം, സ്മോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സ്കിൽസ് മാത്രമാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. മെയിനായിട്ടും ടീച്ചിങ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈക്രോ ടീച്ചിങ്ങിന്റെ ഫാദർ എന്ന് പറയുന്നത് ആരാ? DW ആലൻ ആണ് ഫാദർ ഓഫ് മൈക്രോ ടീച്ചിങ്. സോ ഇവിടെ ഒരു ഫുൾ ലെസൺ നമ്മൾ ടീച്ച് ചെയ്യുന്നതിന് പകരം ഈ ടീച്ചർ ട്രെയിനി, അതായത് ടീച്ചർ സ്റ്റുഡൻറ്, ടീച്ചറിന് പഠിക്കുന്ന ആ ഒരു വ്യക്തി അവരെന്ത് ചെയ്യുന്നു? ഒരു ടീച്ചിങ് സ്കില്ല് മാത്രം അറ്റ് എ ടൈം നമ്മളത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്തിട്ട് അതിന് വേണ്ട ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അത് ഇംപ്രൂവ് ചെയ്യുന്നു. ഈ ഒരു ഹോൾ പ്രോസസ്സാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയാ? ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ മാത്രമാണ് അവിടെ അറ്റ് എ ടൈം നമ്മൾ നോക്കുന്നുള്ളൂ, അവിടെ പഠിപ്പിക്കുന്നുള്ളൂ. ആൻഡ് ഈ ക്ലാസ് എന്ന് പറയുന്നത് ഒരു 5 to 10 സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ടീച്ചിങ് ടൈം എന്ന് പറയുന്നത് ഒരു 5 to 10 മിനിറ്റ് ആയിരിക്കും. അവിടെ ഇംപ്രൂവിങ് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ടീച്ചിങ് സ്കിൽസ് മാത്രം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒക്കെ കുഞ്ഞു സ്മോൾ, അതാണ് മൈക്രോ ടീച്ചിങ്. മൈക്രോ മീൻസ് സ്മോൾ. അപ്പം ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ 5 to 10 സ്റ്റുഡൻസിൽ മാത്രം 5 to 10 മിനിറ്റ്സ് മാത്രമായിരിക്കും ടൈം ഓഫ് ടീച്ചിങ് ഉണ്ടാവുക. ഒന്നോ രണ്ടോ ടീച്ചിങ് സ്കിൽസ് മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഇതാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ ഫീച്ചേഴ്സ്. സോ മൈക്രോ ടീച്ചിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എന്തൊക്കെയാണ് അത്? നമ്മുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മുടെ മിസ്റ്റേക്സ് ഒക്കെ നേരത്തെ തന്നെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ സ്കിൽസ് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനും ക്ലിയർ ആക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫീഡ്ബാക്കും നമുക്ക് അതേസമയം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി മൈക്രോ ടീച്ചിങ്ങിന്റെ കുറച്ച് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 9 സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന് എക്സ്പ്ലനേഷൻ ഓഫ് സ്കിൽ, ഡെമോൺസ്ട്രേഷൻ ഓഫ് സ്കിൽ, പ്ലാനിങ്, ടീച്ചിങ്, ഫീഡ്ബാക്ക്, റീപ്ലാനിങ്, റീടീച്ചിങ്, റീഫീഡ്ബാക്ക്, റിപ്പിറ്റേഷൻ ഓഫ് സൈക്കിൾ. അപ്പോൾ ഇത്രയും കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, വെറും സിമ്പിൾ ആണ്. വേഗം തന്നെ കഴിഞ്ഞാൽ. ഓക്കെ, സോ ആദ്യം എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ഓഫ് ദി സ്കില്ലാണ്. അതായത് ഒരു ടീച്ചിങ് സ്കില്ല് പ്രാക്ടീസ് ചെയ്യണം ആ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ട്. അപ്പം ആ സ്കില്ലിനെ പറ്റിയിട്ട് ആ ഒരു ട്രെയിനിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ സ്കില്ല് എന്താണെന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടെ ഈ ട്രെയിനർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്താണ് സ്കില്ല്, എന്തുകൊണ്ടാണ് ആ ഒരു സ്കില്ല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ആ സ്കില്ലിൻ്റെ കോമ്പണൻസ് എന്താണ്, ആ സ്കില്ല് ടീച്ചിങ്ങിൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള എക്സാമ്പിൾസ്, അതൊക്കെ വെച്ചിട്ട് ഈ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് ആ ഒരു ട്രെയിനിക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം എന്ത് സ്കില്ലാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നുള്ളത് അവർക്ക് മനസ്സിലാവണമല്ലോ, എന്നാലല്ലേ ബാക്കി ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസും എന്താണെന്നും അതിൻ്റെ കോമ്പണൻസ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് സ്റ്റെപ്പ് 2 ഇസ് ഡെമോൺസ്ട്രേഷൻ. അതായത് ഈ ടീച്ചർ ട്രെയിനർ പഠിപ്പിക്കുന്ന ആള് എന്ത് ചെയ്യുന്നു? ആ ഒരു സ്കില്ല് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. അത് റിയൽ ക്ലാസ് റൂം അല്ലായിരിക്കും, ഒരു സിമുലേറ്റഡ് ആയിട്ടുള്ള അവിടെ പിള്ളേർ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അവർ വെറുതെ ഒരു ക്ലാസ് റൂം പോലെ അവിടെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ടീച്ചർ ട്രെയിനർ അവിടെ ആ ഒരു സ്കില്ലിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിൽ ട്രെയിനീസ് എന്താ ചെയ്യുക? ആ ട്രെയിനർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് അവർ കെയർഫുള്ളി ഒബ്സർവ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ആ സ്കില്ല് ടീച്ചിങ്ങിൽ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ അവർ ഒബ്സർവ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്തത് പ്ലാനിങ് ആണ്. അപ്പോൾ ഡെമോൺസ്ട്രേഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ട്രെയിനി എന്താ ചെയ്യുന്നു? ഈ ട്രെയിനി ഒരു ഷോർട്ട് ലെസൺ പ്ലാന് ഈ ഡെമോൺസ്ട്രേഷൻ്റെ ബേസിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് പ്യുവർലി ബേസ്ഡ് ഓൺ ആ ഒരു ഡെമോൺസ്ട്രേറ്റഡ് ഏത് സ്കില്ലാണോ അവിടെ ട്രെയിനർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ആ സ്കില്ലിൻ്റെ ബേസിലായിരിക്കും ഈ ലെസൺ പ്ലാൻ ഉണ്ടാകുക. ഭയങ്കര ഷോർട്ട് ആയിരിക്കും, ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. ആൻഡ് ഒരു 5 to 10 മിനിറ്റ് വരെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലെസൺ പ്ലാൻ ആയിരിക്കും അത്.
അവർ ലെസൺ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ലെസൺ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്താ ഇനി അത് പഠിപ്പിക്കണം. ഒരു പിന്നെ ട്രെയിനറിന്റെ മുന്നിലും അവരുടെ സൂപ്പർവൈസറിന് വേറെ അവരുടെ കൂടെയുള്ള പിയേഴ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ മുന്നിൽ ഇത് ടീച്ച് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും. ഒറിജിനൽ സ്റ്റുഡൻസ് അല്ല, അവിടെ പിയേഴ്സ് ആയിരിക്കും അവരുടെ സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ സൂപ്പർവൈസറും ട്രെയിനറും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അവരുടെ മുന്നിൽ അവർ ടീച്ച് ചെയ്യുന്നു. ആ ഒരു ലെസൺ അവരുണ്ടാക്കിയ ലെസൺ പ്ലാൻ അനുസരിച്ചിട്ട് അവരത് ടീച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സൂപ്പർവൈസേഴ്സും പിയേഴ്സും ഒക്കെ അത് ഒബ്സർവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആ ഒരു പ്രാക്ടീസ് സ്റ്റേജ് ആണ് ഈ 4ാമത്തെ സ്റ്റേജ്, ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടീച്ചിങ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഫീഡ്ബാക്ക് വെയിറ്റ് ചെയ്യാണ്. സൂപ്പർവൈസർ എന്ത് കൊടുക്കുന്നു? ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ആ ഫീഡ്ബാക്കിൽ എന്തൊക്കെ ഉണ്ടാകുന്നു, എവിടേക്കാണ് ട്രെയിനി നല്ല രീതിയിൽ പെർഫോം ചെയ്തത്, അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയായിരുന്നു, ആൻഡ് എവിടേക്കാണ് ട്രെയിനി മിസ്റ്റേക്സ് ഉണ്ടാക്കിയത്, എവിടേക്കാണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവരൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. അപ്പം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ബിക്കോസ് എന്താണ് ഈ ട്രെയിനിക്ക് അവരുടെ സ്ട്രെങ്ത്തുകളും എന്താണെന്നും അവരുടെ വീക്ക്നെസ്സസ് എന്താണെന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേജിൽ പറ്റുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് ഒക്കെ കിട്ടി. അപ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഫീഡ്ബാക്കിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ ലെസൺ പ്ലാൻ ഉണ്ടല്ലോ, നേരത്തെ ഉണ്ടാക്കി വെച്ച ലെസൺ പ്ലാൻ അവരൊന്നുകൂടെ മോഡിഫൈ ചെയ്യുന്നു. ഈ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ മിസ്റ്റേക്സ് ഉള്ളതൊക്കെ അവരത് കറക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞത് അത് അവർ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കറക്ഷനൊക്കെ വഴി അവരെന്ത് ചെയ്യുന്നു, ഒരു പുതിയൊരു ലെസൺ പ്ലാൻ അവരവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. പുതിയൊരു ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ അടുത്ത സ്റ്റേജ്? മറ്റേതിൻ്റെ സെയിം റിപ്പിറ്റേഷൻ ഒന്നുകൂടി അവർ ടീച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ഉണ്ടാക്കി റിവൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ലെസൺ പ്ലാൻ ഒന്നുകൂടി അവർ ടീച്ച് ചെയ്യുന്നുണ്ട്. അത് ടീച്ച് ചെയ്യുന്നത് ഒരേ ഗ്രൂപ്പിനാവണം എന്നില്ല. വേറെ, അതായത് സെയിം ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക് ആയിരിക്കും വേണമെങ്കിൽ അവരെ പ്രസന്റ് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു സെയിം ടോപ്പിക് ആയിരിക്കും, പക്ഷെ വേറൊരു ഗ്രൂപ്പിനെ അവർ ചിലപ്പം ടീച്ച് ചെയ്യുന്നു. ഇത് ആ ഒരു എന്താ പറയുക, സെയിം സാധനം തന്നെ സെയിം ആൾക്കാർക്ക് എടുക്കുന്ന ആ ഒരു ബോറിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുമല്ലോ, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സെയിം ആൾക്കാർക്ക് കൊടുക്കാണ്ട് അത് വേറെ വേറെ ഷഫിൾ ചെയ്തിട്ടൊക്കെ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും ടീച്ചിങ് ഒക്കെ കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്കും കൂടി അവർക്ക്, ഒരു ഫീഡ്ബാക്ക് അവർക്ക് കിട്ടുന്നു. അഗൈൻ ഒബ്സർവ് ചെയ്തിട്ട് പിന്നെയും ഒരു ഫീഡ്ബാക്ക് അവിടെ കൊടുക്കുന്നു. അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കൺവിൻസിങ് ആയിട്ടുള്ള കുറച്ച് റീസൺസും അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള കുറച്ച് സജഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും ആ ഒരു ഫീഡ്ബാക്കിൽ. ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീഡ്ബാക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ സെയിം ഈ ഹോൾ സൈക്കിൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പിന്നെയും അവർ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ലെസൺ പ്ലാൻ മാറ്റുന്നു, പിന്നെയും പഠിപ്പിക്കുന്നു, പിന്നെയും ഫീഡ്ബാക്ക് കിട്ടുന്നു. അത് അൺടിൽ ഈ ഒരു ട്രെയിനി ആ ഒരു ഈ സ്കില്ലിൽ ഒരു മാസ്റ്ററി ഉണ്ടാക്കുന്നത് വരെ, ആ സ്കില്ലിൽ നല്ല രീതിയിൽ തന്നെ ബെറ്റർ ആവുന്നത് വരെയും, ഒരു ടീച്ചിങ്ങിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് വരെ ഈ ഒരു സൈക്കിള്, ഈ ഹോൾ സ്റ്റേജസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്സ് റിപ്പീറ്റഡ് ആവുന്നുണ്ട്. സോ ഇതാണ് സ്റ്റെപ്സ് ഓഫ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ലേൺ ചെയ്യുന്നു, എന്താണ് സ്കില്ലിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്ത് സ്കില്ലാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് വേണ്ടത്, അത് ഇതെന്നൊക്കെ ഉള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡെമോൺസ്ട്രേഷൻ, അതായത് ഈ ട്രെയിനർ കാണിച്ചു കൊടുക്കുന്നു ആ ഒരു സ്കില്ല് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതൊക്കെ ഇവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ചിട്ട് അവർ ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ ലെസൺ പ്ലാനിൻ്റെ ബേസിൽ അവരത് പഠിപ്പിക്കുന്നു. എന്നിട്ട് ഈ പഠിപ്പിച്ചതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അവർക്ക് സൂപ്പർവൈസറിന് കിട്ടുന്നുണ്ട്. എന്നിട്ട് അതനുസരിച്ചിട്ട് പിന്നെയും അവരുടെ ലെസൺ പ്ലാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെയും പഠിപ്പിക്കുന്നു, എന്നിട്ട് പിന്നെയും ഫീഡ്ബാക്ക് കിട്ടുന്നു. അത് അൺടിൽ ഈ ഒരു ഹോൾ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവർ പെർഫെക്റ്റ് ആവുന്നത് വരെ. ഇതാണ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് മൈക്രോ ടീച്ചിങ് സൈക്കിൾ. മൈക്രോ ടീച്ചിങ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്സ്, അതായത് മൈക്രോ ടീച്ചിങ്ങിൻ്റെ ആ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു സൈക്കിളാണ്. അതായത് അതിങ്ങനെ അത് റെഡി ആവുന്നത് വരെ, അവർ പെർഫെക്റ്റ് ആവുന്നത് വരെ ഇതിങ്ങനെ സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ സ്റ്റെപ്സും സൈക്കിളും ഏകദേശം സിമിലർ ആണ്. സെയിം സാധനങ്ങൾ തന്നെയാണ് സൈക്കിളിലും വരുന്നത്. ഒന്ന് പ്ലാൻ ചെയ്യുക, എന്താണ് സ്കില്ല് കാര്യങ്ങൾ എന്നുള്ളത്, ലെസൺ പ്ലാന് ഒക്കെ നമ്മൾ ഉണ്ടാക്കുക, എന്നിട്ട് അത് പഠിപ്പിക്കുക, ഫീഡ്ബാക്ക് കൊടുക്കുക. അതായത് ഈ പ്ലാനിങ് തൊട്ടിട്ട് ഉള്ള സ്റ്റേജസ് ആണ്, ഈ പ്ലാനിങ് തൊട്ടിട്ടുള്ള സ്റ്റെപ്സ് ആണ് എന്തിൽ വരുന്നത്, സൈക്കിളിൽ വരുന്നത്. ഓക്കെ, സോ പ്ലാൻ ചെയ്യുന്നു, ടീച്ച് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കൊടുക്കുന്നു, പിന്നെയും അതിനനുസരിച്ച് റീപ്ലാൻ ചെയ്യുന്നു, പിന്നെയും റീടീച്ച് ചെയ്യുന്നു, പിന്നെയും ഫീഡ്ബാക്ക് കൊടുക്കുന്നു, പിന്നെയും പ്ലാൻ ചെയ്യുന്നു. സോ അതാണ് സൈക്കിളിൽ വരുന്നത്. സെയിം സ്റ്റെപ്സത്തെ സെയിം കാര്യങ്ങളാണ്, പക്ഷെങ്കിൽ എവിടെ നിന്ന് തൊട്ടാണ് വരുന്നത്, പ്ലാനിങ് തൊട്ടായിരിക്കും എന്ത് വരുന്നത്, സൈക്കിളിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കാം.
ഒന്ന് എന്താണ് മൈക്രോ ടീച്ചിങ് എന്ന് പഠിച്ചു. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്കാണ്. അവരുടെ സ്കിൽസ്, നമുക്ക് ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സ്കിൽസ് ഉണ്ടാകും. ആ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് മൈക്രോ ടീച്ചിങ് ആരാണ്? DW ആലൻ. സോ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നോ രണ്ടോ ടീച്ചിങ് സ്കില്ല് മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കോ മാത്രമേ അവിടെ ടീച്ച് ചെയ്യുന്നുള്ളൂ. ആൻഡ് സ്മോൾ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനായിരിക്കും ഉണ്ടാവുക. ആൻഡ് ടീച്ചിങ് ടൈം എന്ന് പറയുന്നത് 5 to 10 minutes ആയിരിക്കും. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് നമ്മൾ നോക്കി. എന്തൊക്കെയായിരുന്നു സ്റ്റെപ്സ്? എന്താണ് സ്കിൽ എന്ന് പറയുന്നു, എന്നിട്ട് ആ സ്കില്ലിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുന്നു, എന്നിട്ട് അതിനനുസരിച്ച് ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നു, ആൻഡ് ടീച്ച് ചെയ്യുന്നു, ആൻഡ് ഫീഡ്ബാക്ക് കിട്ടുന്നു. ഫീഡ്ബാക്കിനനുസരിച്ച് പിന്നെയും ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്നു, പിന്നെയും ടീച്ച് ചെയ്യുന്നു, പിന്നെയും ഫീഡ്ബാക്ക് കിട്ടുന്നു. എന്നിട്ട് ആ ഒരു ഹോൾ സൈക്കിൾ പോലെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മൈക്രോ ടീച്ചിങ് സൈക്കിൾ എന്താണ്? അത് എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്ലാനിങ് തൊട്ടിട്ട് ഈ റീഫീഡ്ബാക്ക് വരെയാണ് മൈക്രോ ടീച്ചിങ്ങിന്റെ സൈക്കിളിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. കുഞ്ഞു ടോപ്പിക്കാണ്, വേഗം പഠിക്കാൻ പറ്റും. 5 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെയാണ് ഇത് മെയിനായിട്ട് വരുന്നത്. സോ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ഓക്കെ, ബൈ.